അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. 4 പതിറ്റാണ്ടായുള്ള കായിക പ്രേമികളുടെ കാത്തിരിപ്പിനൊടുവിൽ അമ്പലപ്പാറ പഞ്ചായത്ത് മൈതാനം നവീകരിക്കുന്നു. നവീകരണോദ്ഘാടനം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് കെ പ്രേംകുമാർ MLA നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 2022-23 വർഷത്തെ സംസ്ഥാന ബജറ്റിൽ നിന്നുള്ള 1 കോടി രൂപ വിനിയോഗിച്ച് പകലും രാത്രിയും കളിക്കാൻ വിധത്തിലുള്ള മൾട്ടിപർപ്പസ് സംവിധാനത്തിലാണ് മൈതാനത്തിന്റെ നവീകരണം. മഡ് ഫുട്ബോൾ കോർട്ട്, മഡ് വോളിബോൾ കോർട്ട്, മഡ് കബഡി കോർട്ട്, ഫുട്ബോൾ കോർട്ടിന്റെ ഫ്ലഡ് ലൈറ്റിംഗ്, യാർഡ് ലൈറ്റിംഗ്, കായിക ഉപകരണങ്ങൾ സ്ഥാപിക്കൽ, സംരക്ഷണ ഭിത്തി, ഗേറ്റ്, ഫെൻസിംഗ്, അഴുക്കുചാൽ സംവിധാനം, വൈദ്യുതീകരണ ജോലികൾ തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് മൈതാനത്ത് നടപ്പാക്കുന്നത്. 8 മാസമാണ് നിർമ്മാണ കാലാവധി. കേരള സ്പോർട്സ് ഫൗണ്ടേഷൻ നിർവഹണ ചുമതല. കഴിഞ്ഞ വർഷം 4 ലക്ഷം രൂപ ചിലവിൽ മൈതാനത്തിൽ കുറച്ച് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. സ്റ്റേജും മുറികളും നവീകരിച്ചെങ്കിലും വൈദ്യുതിയില്ലാത്ത സ്ഥിതിയാണ്. വണ്ടികൾ ഇറങ്ങുന്നതിന് റാമ്പും സജ്ജീകരിച്ചു. രാവിലെയും വൈകിട്ടും കളിക്കാനും വ്യായാമത്തിനുമായി നിരവധി പേർ ഉപയോഗിക്കുന്ന മൈതാനം പതിറ്റാണ്ടുകളായി നവീകരണം കാത്ത് കിടക്കുകയായിരുന്നു. കായിക പ്രേമികൾക്ക് മൈതാനത്തിന്റെ ശോചനീയാവസ്ഥ കാരണം ആധുനിക സൗകര്യങ്ങളുള്ള ടർഫ് അടക്കമുള്ള സ്വകാര്യ കളിസ്ഥലങ്ങളെ തേടിപ്പോകേണ്ട സ്ഥിതിയായിരുന്നു. അല്ലാത്തവരുടെ ആശ്രയം ഈ മൈതാനം തന്നെയാണ്. കാടുപിടിച്ചു കിടക്കുകയായിരുന്ന സ്ഥലം 1985-ലാണ് പഞ്ചായത്ത് മൈതാനമാക്കി ഉയർത്തുന്നത്. ഉദ്ഘാടന സമയത്ത് നിർമ്മിച്ച വേദിയും മുറികളുമല്ലാതെ മറ്റൊരു നവീകരണവും കഴിഞ്ഞ 39 വർഷക്കാലത്തിനിടയ്ക്ക് നടന്നിരുന്നില്ല. മഴ പെയ്താൽ ചെളിക്കുളമാകുന്ന മൈതാനത്ത് പിന്നെ കളി നടക്കണമെങ്കിൽ ആഴ്ചകളോളം കാത്തിരിക്കണം. പല ഭാഗങ്ങളിലും മതിൽ തകർന്ന് കിടക്കുകയാണ്. നവീകരണം പൂർത്തിയാകുന്നതോടെ അമ്പലപ്പാറയിലെ കായിക പ്രേമികളുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടും. റൈറ്റ് വിഷൻ ന്യൂസ്, ഒറ്റപ്പാലം. ഫർണിച്ചർ വിലയാണോ പ്രശ്നം? പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം, അതും EMI സൗകര്യത്തോടു കൂടി. ദുബായ് ഫർണിച്ചർ, ബസ് സ്റ്റാൻഡിന് സമീപം, ഓട്ടുപാറ, വടക്കാഞ്ചേരി.